കൊടകരയിലെ ഇ ഡി വളരെ പെട്ടെന്ന് കേരളത്തിലെ മാപ്രകൾക്ക് പ്രിയപ്പെട്ടവരായി മാറി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇ ഡി വരാൻ പോണത്ര വലിയ ആഘോഷത്തോടു കൂടിയാണ് ആ വാർത്ത ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് BJP സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രായു മൊയ്ലാളിയുടെ ഏഷ്യാനെറ്റ് അടിമകളാണെങ്കിൽ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. കാര്യം മൊയ്ലാളിയുടെ നിർദ്ദേശമാണ്, വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതാ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോണത്രേ. ഒരു നിയമസാധുതയില്ലെങ്കിലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇ ഡിയുടെ പുതിയ നമ്പറാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഡോഗ് സ്ക്വാഡുകളായിട്ടുള്ള CBI, NIA, ED, കസ്റ്റംസ്, ഇൻകം ടാക്സ് തുടങ്ങി സകലരും കേരളത്തിൽ കടന്ന് മെഴുകിയതാണ്. ഒരു ചുക്ക് സംഭവിച്ചില്ല. അടുത്ത തിരഞ്ഞെടുപ്പ് കാലമായി ഒരു തെളിവോ ഒരു തേങ്ങയോ ഇല്ലാതെ ഇ ഡി വരാൻ പോവുകയാണ്. ആ വരാൻ പോകുന്നതിനെ സംബന്ധിച്ച് മാതൃഭൂമി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന് വലിയ ചർച്ച നടത്തുന്നതിനിടെ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് K. അനിൽകുമാറിനെ വിളിച്ച് ഇതിനെ സംബന്ധിച്ചൊരു പ്രതികരണം എടുത്തു. തികഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കരിവന്നൂരിൽ ഏതാണ്ട് വലിയ ആനമുദ്ര സംഭവിച്ചു എന്ന് പറഞ്ഞ K. രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തിട്ട് ഇ ഡി വന്ന പോലെ പോയതായിട്ടാണ് ഞങ്ങൾ കണ്ടത്.